ഞാനൊന്ന് പറയട്ടെ. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ വിലയുള്ള നോട്ട് ഓക്കെ നോട്ട് വോട്ട് ഇതും ചെയ്യും. നാരായണി ഈ പെണ്ണുങ്ങളെല്ലാവരും നമ്മളവിടെ പുച്ഛോ. അയ്യോ ജെൻസി തിണ്ടി എടുക്കടാ. ഇവനൊക്കെ ഫോൺ എടുത്തിട്ട് ഹലോ ആ വരില്ലേ? അതെ 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 അല്ലതേ സമയം 3:45 മുന്നേ. അതാണ് ആ ഹാ ഹാ അതെ 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 ആ അതെ ഞാനേ ഒരു കാര്യം ഞാൻ കാർ അയക്കാം. ആ അല്ല സ്ലിപ്പൊക്കെ റെഡിയാ. അതെ അതെ ഞാനിപ്പോൾ പ്രവർത്തകരോട് പറഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോ എന്ത് നല്ല മനുഷ്യനാ. അതെ 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 വരുമല്ലോ അല്ലേ? വരണേ. ഓ ആ അതെ 20 മിനിറ്റ് കഴിയുമല്ലേ? ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ അത് മതി, കുഴപ്പമില്ല കുഴപ്പമില്ല. വോട്ട് ചെയ്താൽ മതി. അതെ 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 ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ. എന്തൊരു വിടലാണോ കാറോ? ഏത് ഈ തുരുമ്പെടുത്ത് കിടക്കുന്ന സാധനം? അതെ പുച്ഛിക്കണ്ട. ഓക്കെ അല്ല ഞാൻ നിർത്ത്. നമ്മള് ചിലപ്പോ കാർ അയക്കും, ചിലപ്പോ ബസ് അയക്കും, ട്രെയിൻ അയക്കും, വേണ്ടുന്ന ഫ്ലൈറ്റ് അയക്കും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കാശ്മീർ നാളെ കൊണ്ടുവന്ന വല്ല കുറ്റമുണ്ടോ? അതെ അത് ഇവിടെ വേണ്ട. മനസ്സിലായില്ലേ? അത് ആ ഐറ്റമല്ലേ ഇത്. അങ്ങനെയാണല്ലേ? അല്ലത് എന്താ പറയുന്നത്? ബിനാലെയോ ജീവിക്കണ്ടേ റീൽസ് റീൽസ് കൊണ്ട് ജീവിക്കുന്നവരല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പൊളിറ്റിക്സ് അതാണല്ലോ. റീൽസിലൂടെ വേണമല്ലോ നമ്മളെ ആശയപരമായി സംവദിക്കാൻ. അതാണ് എടോ റീൽസ് അല്ലടോ കാര്യം. ജനങ്ങളിലേക്ക് എത്തുക, അവർക്ക് വികസനം എത്തിക്കുക. സബ്കാ സാത്ത് സബ്കാ വികാസ്. കുറെ സാത്തുന്നുണ്ടല്ലോ അല്ലേ? വികസിച്ച് വരുവാണല്ലോ. ജനങ്ങളല്ല, നിങ്ങളുടെ പാർട്ടിയും. നിനക്ക് ഈയിടെയായി പുച്ഛ ഇത്തിരി കൂടി വന്നിട്ട് കേട്ടോ. ഇടിയെ വിളിക്കണം. എന്തുവാടേ ഇടിയൊന്നും വേണ്ടേ? നമ്മളൊന്നിന്റെ കളിക്കൂട്ടായിരുന്നടാ. പേടിയുണ്ട്. പേടിയല്ല, ചെറിയ മര്യാദക്കൊക്കെ നിന്ന ഞങ്ങൾ വേണം ഒരു നീറ്റ് തരാം. വേണ്ട മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ ഒന്നാമത് കേരളത്തിൽ ഒന്നും ഇല്ലല്ലേ? എടാ ഞാൻ വീണ്ടും പറയുന്നു, പുച്ഛിക്കരുത്. ഞങ്ങൾ ഇത്തവണ കുറച്ചധികം താമര വിരിക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഏത് കുളത്തിലാടാ? കുളത്തിലല്ലാതെ വേറെ എവിടെയും കേരളത്തിൽ താമര വിരിയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാന് ബോട്ടൊക്കെ ആയോ തന്നെ? ബോട്ടെല്ലാം അതെ. ഒരു മിനിറ്റ് ഞാൻ ഫോൺ ചെയ്യട്ടെ. ഞാൻ ആരെങ്കിലും വിളിക്കും. താൻ എന്തിനാ അറിയും? ആടാ നീ വോട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് വോട്ട് ചെയ്താലും എന്ത് വോട്ട് ചെയ്യാത്തത്? ചെല്ലേ ചെന്ന് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് കാണിക്കണം കേട്ടോ. അത് ഫേസ്ബുക്കിലിടാനായിരിക്കും. ഫേസ്ബുക്കിൽ എങ്ങനെ ഇടുവോ? ആകെ ഒരു വോട്ടറാ കിട്ടുന്നത്. അവനെടുപ്പൊന്നുമില്ല. പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് എന്താ പരിപാടി? വൈകുന്നേരം പക്ഷേ അവധിയല്ലേ? ബ്ലാക്ക് ഒപ്പിക്കടേ. ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 അതല്ല. പക്ഷെ വേറെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഒരുമിച്ചിരുന്ന് അടിക്കുന്നുണ്ടാലേ മറ്റോന്മാരുണ്ടത് അവര് എഴുതൂലേ നമ്മള് അന്തർധാര സജീവമാണെന്ന് അവര് കരുതൂലേ? സത്യമല്ലേ? പക്ഷെ നമ്മള് പ്രഥമ ദൃഷ്ടിയാ കളിച്ചില്ലടാ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇനി ഒളിച്ചുകളി തുറന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മെല്ലെ പോരെ. പിന്നെ നമുക്ക് ഒരുമിച്ച് വിരിയിക്കാം. അയ്യോ അത് നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് വിരിയിക്കുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വിരിയിക്കാം. ഓടാ
ഞങ്ങൾ തൃശ്ശൂർ വിരിയിച്ചില്ലേ അതേപോലെ വിരിയിക്കും. അതിപ്പോ കലുങ്കി തട്ടി ഉടഞ്ഞു പോകും മിക്കവാറും. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തിലകമണിയും ഗോപി. ഓ അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ? ഒരു മിനിറ്റ്. ഹലോ. ഓ എത്തിയോ? പൊങ്ങിയല്ലേ? അതെ അതെ അതെ, ഇത്രയും ദിവസം അതെ സുഖമായിരുന്നല്ലോ അല്ലേ? ആ ഒന്നും വിചാരിക്കരുത് കേട്ടോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോണ്ട് ഒന്നും തോന്നരുത്. ആ ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ, പാർട്ടിയിൽ നിന്നല്ലേ പുറത്താക്കിയിട്ടുള്ളൂ. അതെ അതെ അതെ, അല്ല ചിലവന്മാരെയുടെ കൈയും കുത്തിക്കില്ല കാലും കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞവരിപ്പം ഒതുങ്ങിയിരിക്കുക. അതെ അതെ, ആ വന്നോ വന്നോ, സ്ലിപ്പൊക്കെ കൊടുത്തു. അതെ അതെ ചെയ്യണേ. ആ അതെ അതെ അതെ. ഓ പെട്ടെന്ന് എത്തുമല്ലോ അല്ലേ? ആ ഞാൻ പറഞ്ഞായിരുന്നു 4 മണി കഴിയും. ആ അയ്യോ 20 മിനിറ്റ് കഴിയും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ മതി മതി. അതൊക്കെ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരാളാണ്. ആ ഹൃദയത്തിലുള്ള ആള് എന്റെ അറിവില് ദിവാകരനാണ്. അതൊക്കെ മേലെ. അങ്ങനെയാണെങ്കിൽ വലിയ മനുഷ്യനാ. ആരായത്? ജി ജിയാ? കൂട്ടത്തിൽ ജി വരുന്നു. കൂട്ടത്തില്? ആ എടാ ഇത് നാറിയാണോ അവൻ? എടാ നിങ്ങളെ പാർട്ടിന്ന് പുറത്താക്കിയില്ലേ അവന്? നീ എന്തിനാ അവന് സ്ലിപ്പ് ഒക്കെ കൊടുക്കാൻ നിൽക്കുന്നത്? ഓ ഹൂക്കേസ് അല്ലേ? നീ ഒന്നും മാറത്തില്ലല്ലടാ. നിന്റെ പാർട്ടിയിലെ സ്ത്രീ നമ്പർമാരെയൊക്കെ ആദ്യം ഒതുക്കണം ആദ്യം. അയ്യോ നിങ്ങളുടെ പാർട്ടി പിന്നെ വിശുദ്ധന്മാരുടെ പാർട്ടിയാണല്ലോ, ബാക്കിയെല്ലാം സ്ത്രീലമ്പടന്മാരില്ല. ഇന്നത്തെ പരിപാടി ക്യാൻസൽ. 13-ാം തീയതി പരിപാടി. ഇറങ്ങിപ്പോടാ. 13-ന് ഇറങ്ങിപ്പോടാ. 13-ന് ഇറങ്ങിപ്പോ. ഇവിടെ വന്നിട്ട് അന്വേഷിക്കടാ, കണ്ടുപിടിക്കാൻ. ബൂത്തെങ്കിലും പറയണം, ഒന്ന് പ്രതിഷേധിക്കരുത്. ബുത്ത് ഒരു കോഴിയെ സെറ്റാക്കി. അല്ല തന്നെയല്ല, വേറെ കോഴി. ഞാൻ കരുതി എന്നെയാണ്. ഇനി ഞാനൊന്ന് പറയട്ടെ.